ഹലോ നമസ്കാരം. ഈ ഒരു പാലട ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ മോള് വൈകുന്നേരം വന്നപ്പോൾ ഇങ്ങനെ പറയായിരുന്നു, ഒരു ഓണം വൈബൊന്നും കിട്ടുന്നില്ലല്ലോ. അങ്ങനെ നല്ലൊരു ഓണം വൈബ് കിട്ടാൻ നമുക്ക് പാലടയാണ് ബെസ്റ്റ്. അപ്പോൾ ഞാനിത് ഉണ്ടാക്കുന്നത് പാലടയാണ്. ഞാൻ പാലട ഉണ്ടാക്കുന്നത് കുറച്ചൊരു ഡിഫറെൻറ്റ് സ്റ്റൈലിലാണ് കേട്ടോ. അപ്പോൾ പായസത്തിന് വേണ്ടുന്ന അട റെഡിമെയ്ഡായിട്ട് നമുക്ക് പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്ന അടയാണ്. നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലോട്ട് ഈ പാലട ഏകദേശം 200 ഗ്രാം പാലട ഉണ്ടാവും. തിളച്ച വെള്ളത്തിലിട്ട് ഒന്ന് അടച്ച് വെക്കണം. അപ്പോഴേക്കും ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴേക്കും അത് നന്നായിട്ട് വെന്ത് കാണും കേട്ടോ. വെന്ത പാലടയെ ഇതുപോലെ നല്ല തണുത്ത വെള്ളത്തിൽ ഒരു 2-3 തവണ കഴുകി മാറ്റി വെക്കണം. അപ്പോൾ ബൈ ദ ടൈം ഞാനിവിടെ കാരമലൈസ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. ഏകദേശം 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയുണ്ട്. വേണമെങ്കിൽ ഇതിൽ കുറച്ചധികം കൂടി എടുക്കാം. ഞാൻ ഏതായാലും 2 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് കാരമലൈസ് ആകുമ്പോഴേക്കും ഏകദേശം ഒരു 25 ഗ്രാംസ്, ഒരു ടേബിൾ സ്പൂൺ ഒന്ന് കണക്ക് വെച്ചോളൂ കേട്ടോ. അപ്പോൾ അതുകൂടെ നമ്മുടെ കാരമലൈസ്ഡ് ആയിട്ടുള്ള അതിലേക്ക് മിക്സ് ചെയ്തു. അത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്ത് ആവശ്യമായിട്ടുള്ള പാലൊഴിക്കണം കേട്ടോ. ഞാൻ ഇവിടെ കിട്ടുന്ന കുറച്ചൊരു കട്ടിയുള്ള പാലില്ലേ, നമ്മുടെ നന്ദിനി മിൽക്ക് തന്നെ ഓറഞ്ച് കളറിൽ വരുന്നത്, അതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് ഏകദേശം ഒരു 2.5 ലിറ്റർ മുതൽ 3 ലിറ്റർ വരെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഞാൻ 2.5 ലിറ്റർ പാല് മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 2 ലിറ്റർ ഉപയോഗിച്ചപ്പോഴേക്കും തന്നെ എൻ്റെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു പാനിൽ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഞാൻ അതിൻ്റെ വെസലൊന്ന് മാറ്റി പിടിച്ചു, നമ്മുടെ സ്വന്തം ഉരുളിയിലോട്ട് മാറ്റി കേട്ടോ. അപ്പോൾ അങ്ങനെ ഉരുളിയിൽ ഉരുളിയിൽ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കൊന്ന് ചൂടായി ഒന്ന് തിളക്കുമ്പോഴേക്കും പിന്നെ നമുക്ക് ആ ഒരു ചൂട് അങ്ങനെ നിൽക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉരുളിയിലാണ് ഉണ്ടാക്കുന്നത്. ശരി, അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 2.5 ലിറ്റർ, ഏകദേശമല്ല കറക്റ്റായിട്ട് 2.5 ലിറ്ററാണ് ഞാൻ പാൽ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് പഞ്ചസാര ഇതിനാവശ്യമായിട്ടുള്ളത് ഇപ്പോഴും തന്നെ ആഡ് ചെയ്യാം. ഞാൻ പക്ഷേ പിന്നീടാണ് ആഡ് ചെയ്തത് കേട്ടോ. ഒന്ന് പാല് നന്നായിട്ടൊന്ന് കുറുകിയതിന് ശേഷമാണ് ഞാൻ പഞ്ചസാര ആഡ് ചെയ്തത്. ഇപ്പം ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഏകദേശം ഒരു 400 ഗ്രാംസ് ഓഫ് പഞ്ചസാര മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ. 500 തന്നെ വേണ്ടി വരും. ഞാൻ പക്ഷേ 400 ഉപയോഗിച്ചിരിക്കുന്നത്, കാരണം ഞാൻ ഇതിനകത്തേക്ക് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ നല്ല രീതിയിൽ വെന്തിരിക്കുന്ന അടയാണ്. ഞാൻ വെള്ളം ഊറ്റി വെച്ചില്ലേ, അതാണ് കേട്ടോ. അപ്പോൾ അത് പാലിലേക്ക് ഇട്ടു. ഇനി തുടരെ ഇളക്കിക്കൊണ്ടിരിക്കുക, കാരണം ഇപ്പം കുറച്ച് നല്ല രീതിയിൽ ഇളക്കിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ അടിക്കൊക്കെ പിടിക്കും കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഇളക്കുന്നത് നല്ലത്. ശരിക്കും ഈ പാലട ഉണ്ടാക്കാൻ കുറച്ചധികം സമയമെടുക്കും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാനല്ലേ. അപ്പോൾ അതുകൊണ്ട് കുക്കറിലൊക്കെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മോസ്റ്റ്ലി ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കാറ്. എനിക്ക് ഈ ഒരു ടേസ്റ്റാണ് കൂടുതൽ ഇഷ്ടം. ഞാൻ ആ ഒരു അടയൊക്കെ നല്ല രീതിയിൽ ഒന്ന് കുറുകി വന്നു, പാലുമായിട്ട് നല്ല രീതിയിൽ ചേർന്ന് വരുമ്പോഴേ അട ഇങ്ങനെ പൊങ്ങിക്കിടക്കും അല്ലേ. അപ്പോൾ താഴേക്ക് അങ്ങനെ സെഡിമെൻ്റായി പോകത്തില്ല. അപ്പോൾ ഇതുപോലെ വരുമ്പോഴാണ് ഞാൻ മിൽക്ക് മെയ്ഡ് കൂടെ ഒഴിച്ചത് ഇതിനകത്ത്. ഞാൻ ഏകദേശം അതിൻ്റെ ഒരു 1/4 കപ്പോളം ആ ഒരു ടിന്നിൽ വരുന്ന ആ 1/4 ടിന്ന് ഞാൻ ഏകദേശം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് അതിനെ നമുക്ക് ഫ്ലേവറിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഏലക്കാപ്പൊടി ചേർത്തു. പിന്നെ ഞാൻ ഇതിനകത്ത് ഒരു നുള്ളു ഉപ്പ് ചേർക്കുന്നത് നല്ലതാണ്. ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മൾ പ്രസാദമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഉപ്പ് ചേർക്കില്ലല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇടാതിരുന്നത്. ഉപ്പ് ചേർത്താൽ നല്ലത് തന്നെയാണ് കേട്ടോ. പിന്നെ ഇടയ്ക്ക് കടിക്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അതുകൂടെ നെയ്യിൽ വറുത്ത് കോരി ഒഴിച്ചാൽ നല്ല ടേസ്റ്റി ആയിരിക്കും. എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരമലൈസ് ചെയ്ത ഈ ഒരു പായസം. കാരമലൈസ് ചെയ്യുമ്പോഴും കുറച്ചുകൂടെ പഞ്ചസാര വേണമെങ്കിൽ നിങ്ങൾക്കതിൻ്റെ ഫ്ലേവർ കൂടുതൽ ഇഷ്ടമാണെങ്കിൽ അത് ചേർത്തോളൂ കേട്ടോ. എന്തായാലും ഈ ഓണത്തിനൊന്ന് ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ആൻഡ് കോമെൻറ്റ്. സീ യു ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.